ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ ഇന്ന് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,743 ലെവൽസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 22,000 കോൾ ഓപ്ഷനിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 21,500 ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഈ ലെവൽസ് ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും അതുപോലെ റെസിസ്റ്റൻസും ആണ്. ഇനി നമുക്ക് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് പുട്ട് ഓപ്ഷനിലാണ്. അതായത് പുട്ട് ഓപ്ഷനിലാണ് സെല്ലേഴ്സിന് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്ന ലെവൽസ് ആണ്. അപ്പോൾ മാർക്കറ്റിന് എക്സാക്റ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവൽ, അതായത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാണ് ചെയ്തത്. വീണ്ടും നമ്മൾ ഇന്നലെ വരച്ചിരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി വീണ്ടും താഴേക്ക് വന്ന് വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈൻ തന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാണ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് നാളത്തെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ലെവൽസ് നമുക്ക് ഇവിടെ തന്നെ കീപ്പ് ചെയ്യാം, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നാളത്തേക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ട്രെൻഡ് ലൈനാണ് നമ്മളിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഇതൊന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ലെവൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് രണ്ട് ട്രെൻഡ് ലൈനേ വരച്ചിട്ടുള്ളൂ, ഇവിടെ നിന്നും അതുപോലെ ഈ ലെവൽസും. ഓക്കെ, അപ്പോൾ ഇത് മുമ്പ് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 45,502 ലെവൽസിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 46,000 അതുപോലെ 45,000 ആണ്. അപ്പോൾ ഈ രണ്ട് ലെവൽസ് ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിലാണ് ഏറ്റവും കൂടുതൽ OI ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് ഇന്ന് പുട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ആണ്. അതായത് മാർക്കറ്റിൽ നിന്ന് അപ് ട്രെൻഡ് ആയിരുന്നു. ഇനി നമുക്ക് ടെക്നിക്കൽ ലെവൽസ് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ ആ ഒരു ട്രെൻഡ് ലൈൻസ് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിരുന്നു. കണ്ടോ, ഈ നമ്മുടെ ട്രെൻഡ് ലൈൻ നമ്മൾ ഇന്നലെ വരച്ച ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറി വീണ്ടും ഇവിടെ താഴെ വന്ന് ട്രെൻഡ് ലൈൻ ഇവിടെ താഴേക്ക് ബ്രേക്ക് ഔട്ട് നടന്നു. പക്ഷെ അത് റിവേഴ്സ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ സെല്ല് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറി ബൈയിലേക്ക് പോകണം. അത് നേരെ എക്സാക്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നാളെ നമുക്ക് ജസ്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയും ഈ ലോയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്താൽ മാത്രം മതി, വേറെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കുന്നതെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ബ്രേക്കൗട്ടിൽ തന്നെ ബൈ എടുക്കരുത് അല്ലെങ്കിൽ സെൽ എടുക്കരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത്. അത് കഴിഞ്ഞ് അടുത്തൊരു ക്യാൻഡിലും കൂടി കൺഫർമേഷൻ കിട്ടിയതിന് മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കാവൂ. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി ലെവൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് തന്നെയാണ്. ഇനി നമുക്ക് നാളത്തേക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് NTPC ആണ്. അപ്പോൾ NTPCയിൽ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ ഒരു അപ്പ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാമെങ്കിൽ സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്സ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചാൻസസ് ആണ് NTPCയിൽ കാണുന്നത്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലെവൽ വേണമെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് ഒരു സെൽ ചാൻസ് വേണമെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. ഈ ഒരു ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് എൻട്രി. അപ്പോൾ ആ ലെവൽസ് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് BHEലാണ്. അപ്പോൾ BHNL ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം BHNL ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതല്ല താഴേക്കാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെൽ എടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു രണ്ട് ട്രെൻഡ് ലൈൻസ് ഇപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെൽ ചെയ്യാവുന്നതാണ്. ഈ ലെവലിൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ താഴേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചൊരു ബൈ ട്രെൻഡ് കാണുകയാണെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. ഈ ലെവൽ വരെ പോകാനും ചാൻസ് ഉണ്ട്. കാരണം ഒരു പാരൽ ചാനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുന്ന ബേസ് ചെയ്ത് നമുക്ക് എൻട്രി നോക്കാവുന്നതാണ് BHEL. അടുത്തത് HDFC ബാങ്ക് ആണ്. ഇപ്പോൾ HDFC ബാങ്ക് നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ ഇതുപോലെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ ബൈ നോക്കാം. അതല്ല ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്പേസ് നാരോ ആയി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് HDFC ബാങ്കിൽ. അടുത്തത് NLC ഇന്ത്യ ആണ്. അപ്പോൾ ഈ സ്റ്റോക്സ് ഒരു അപ്പ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല ഈ ഒരു സ്റ്റോക്സ് താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഇനി ലാസ്റ്റ് ജിയോഫിൻ ആണ്. അപ്പോൾ ജിയോഫിൻ ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബൈ എടുക്കാം. അതല്ലെങ്കിൽ താഴത്തെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത് താഴേക്കാണ് കാണിക്കെങ്കിൽ നമുക്ക് സെൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് ക്രോംപ്ടൺ ആണ്, രണ്ടാമത്തെ സ്റ്റോക്ക് IP ലാബ് ആണ്, മൂന്നാമത്തെ സ്റ്റോക്സ് ഗ്ലാൻമാർക്ക് ആണ്, നാലാമത്തത് NMDC ആണ്, പിന്നെ അഞ്ചാമത്തെ സ്റ്റോക്സ് സൺ TV ആണ്. അപ്പോൾ ഈ 5 സ്റ്റോക്സുകളിലാണ് നാളെ മെയിനായിട്ട് റിസൾട്ട് വരാനിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ന്യൂസ് ബേസിൽ മൂവ്മെന്റ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് 63 മൂൺ ടെക്നോളജീസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇന്ന് 5% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് MCXന്റെ കമ്മ്യൂണിറ്റി ഡെറിവേറ്റീവ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന ഒരു ടെക്നിക്കൽ ഇഷ്യൂവിന് ശേഷമാണ് ഈ ഒരു സ്റ്റോക്സ് ഈ 5% കയറിപ്പോയിട്ടുള്ളത്. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് NHPC ആണ്. NHPC ഇന്ന് 6% കൂടുതൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് NHPC ഒരു ഇൻട്രീം ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സ്റ്റോക്സിൻ്റെ 6.7% വർധനവ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ഭാരത് ഫോർജ് ആണ്. ഇപ്പോൾ ഭാരത് ഫോർജ് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് 3.4% താഴേക്ക് പോയിരിക്കുന്നത്. അതായത് കമ്പനി മാനേജ്മെൻറ്റ് മോഡറേറ്റ് ഗ്രോത്ത് മാത്രമാണ് അടുത്ത ക്വാർട്ടറിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ഭാരത് ഫോർജിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇടിവ് സംഭവിക്കുന്നത്. അടുത്തത് യൂണിയൻ ബാങ്ക്, NMDC, BHEL. അപ്പോൾ ഈ സ്റ്റോക്സുകളിലും ഇന്നൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഈ സ്റ്റോക്സുകൾ MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് കൃഷ്ണ ഡയഗ്നോസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൽ നിന്ന് 4% ഇടിവാണ് തുടക്കത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് ക്വാർട്ടർ റിസൾട്ടിൽ 4.4% കുറവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇവരുടെ 2 പ്രൊജക്റ്റുകൾ നടത്താനുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിന് കൂടുതൽ എക്സ്പെൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 4% ഇടിവ് പ്രോഫിറ്റിൽ വന്നെന്ന് പറയുന്നത്. എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്സ് ക്ലോസിംഗ് ടൈമിൽ ചെറിയൊരു റിക്കവറി നടത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റോക്സ് GR ഇൻഫ്രാ പ്രൊജക്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൽ 1.92% ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ക്വാർട്ടർ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25% ഇടിവാണ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്സ് ഇന്ന് 1.92% ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. അപ്പോൾ ലെമൺ ട്രീ റിസോർട്ട് ബ്രാൻഡിന്റെ കീഴിൽ തെലങ്കാനയിൽ ഒരു പുതിയ ഹോട്ടലിന് ലൈസൻസ് കരാർ ഒപ്പിട്ടിട്ടും കമ്പനിയുടെ ഓഹരിയിൽ നിന്ന് 2.35% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റോക്സ് ഫിനിക്സ് മില്ലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിന് ക്വാർട്ടർ റിസൾട്ടിൽ 58.4% പ്രോഫിറ്റിലെ വർധനമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നിട്ടും ഈ ഒരു സ്റ്റോക്സിന് 4% താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇടിവിന്റെ കാരണം വ്യക്തമല്ല. ഒരു പക്ഷേ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കാം. അടുത്ത സ്റ്റോക്സ് ഹിൻഡാൽകോ ആണ്. ബേ മിനൈറ്റ്സ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് US ആസ്ഥാനമായിട്ടുള്ള അനുബന്ധ സ്ഥാപനമായ നോവലിസിന്റെ പ്രഖ്യാപനത്തിനെ തുടർന്നാണ് കമ്പനിയുടെ ഓഹരിയിൽ ഈ 12.53% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂലധന ചെലവിൽ 65% വർധനവും കമ്മീഷൻ ചെയ്യുന്നതിൽ 1 വർഷത്തെ കാലതാമസവും ചൂണ്ടിക്കാട്ടി നോവലിസ് പദ്ധതിയുടെ റിട്ടേൺസ് ഗൈഡൻസ് പരിഷ്കരിച്ചിട്ടുണ്ട്. ഈ പരിഷ്കരണങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിൻഡാൽകോ ഓഹരിയിൽ ഒരു കുത്തനെ ഇടിവുണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. ഇന്ന് ആ സ്റ്റോക്സ് 2.43% വർധനവാണ് വന്നിട്ടുള്ളത്. അതായത് ക്വാർട്ടർ റിസൾട്ടിൽ 8.6% പ്രോഫിറ്റിലാണ് വർധന വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ റവന്യൂ 7% കയറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇന്ന് 2.4% കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.